മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയിലൂടെ ഓരോ ദിവസവും ഓരോ വിശുദ്ധന്മാർ നമ്മുടെ ഭവനത്തിലേക്ക് വന്നെത്തുകയാണ്. അവരുടെ സാന്നിധ്യം തന്നെ നമ്മുടെ കുടുംബത്തിന് ഒരു പുത്തൻ ഉണർവ് തരുന്നുണ്ട്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും, ക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കാനും, ക്രിസ്തു ത്യജിച്ചതുപോലെ ത്യജിക്കാനും പറ്റിയ അനേകം വിശുദ്ധാത്മാക്കളിൽ ഒരാളാണ് വിശുദ്ധ വിൻസെൻ്റ് പോൾ. ഇന്ന് വിശുദ്ധ വിൻസെൻ്റ് പോൾ നമ്മോട് പറയുന്ന സന്ദേശം നമുക്ക് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യം. എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും നിസ്സാരമായവർക്ക്, അതാണ് ഈശോ പറയും, 1 ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ നിനക്ക് സ്വർഗം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധനായിരിക്കുന്ന വിൻസെൻ്റ് പോൾ. അദ്ദേഹം തൻ്റെ ജോലി തിരക്കിനിടയിലും പ്രാർത്ഥിക്കാനും എളിയവരെ സഹായിക്കുവാനും സമയം കണ്ടെത്തി യേശുവിൻ്റെ മുഖം കണ്ട് സഹായിച്ചവനാണ് വിശുദ്ധ വിൻസെൻ്റ് പോൾ. തെരുവിൽ കിടക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുക, അടിമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, തരിശ് ഭൂമിയെ വിളനിലമാക്കി മാറ്റുക, വൈദികരുടെ നവീകരണത്തിന് വേണ്ടി യത്നിക്കുക. ഇങ്ങനെ ഒട്ടനവധി മേഖലകളിലൂടെ വിശുദ്ധ വിൻസെൻ്റ് പോൾ തിരുസഭയ്ക്ക് മാതൃകയായി തീരുകയാണ്. രക്ഷയുടെ സന്ദേശം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് വിശുദ്ധ വിൻസെൻ്റ് പോൾ വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്. വചനം പറയുന്നുണ്ടല്ലോ, സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. കരുണയുടെ മുഖമാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ നൽകുന്ന സംരക്ഷണം നാം വളരെ കൂടുതൽ വിലമതിക്കരുത്. അങ്ങനെ ചെയ്താൽ കർത്താവിൻ്റെ പരിപാലനയുടെ അത്ഭുതകരം പിൻവലിച്ചേക്കാം. ജീവിതകാലത്ത് പാവങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, പാവങ്ങളെ സഹായിക്കുന്നവർക്ക് മരണസമയത്ത് ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് വിശുദ്ധ വിൻസെൻ്റ് പോൾ നമ്മോട് സന്ദേശം നൽകുകയാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണമായും, ദാഹിക്കുന്നവർക്ക് കുടിനീരായും, ഭവനമില്ലാത്തവർക്ക് ഭവനമായും, കാരാഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് സ്വാന്തനമായും നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈശോ നമ്മിലൂടെ ജീവിക്കുകയാണ്. യേശുവിൻ്റെ കരമായും, യേശുവിൻ്റെ സ്വരമായും, യേശുവിൻ്റെ ജീവിതമായും നമ്മൾ മാറുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ വിൻസെൻ്റ് പോളിനെ പോലെ കാരുണ്യം കാണിക്കാൻ പറ്റിയ ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉദയം ചെയ്യട്ടെ. കരുണയോടെ സംസാരിക്കാനും, കരുണയോടെ പ്രവർത്തിക്കാനും, കരുണയോടെ ജീവിക്കുവാനും ധാരാളം ദൈവജനം ഉണരട്ടെ എന്ന് വിശുദ്ധ വിൻസെൻ്റ് പോളിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.